തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് വീട് കുത്തി തുറന്ന് മോഷണം 20 പവനും 1 ലക്ഷം രൂപയും കവർന്നു. വെണ്ണൂർ സ്വദേശി ഗിൽബർട്ടിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അഷിൻ ഡിയാഗോ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. അഷിൻ, ഗുഡ് മോർണിംഗ് അഷിൻ. വൺസ് അഗെയിൻ 20 പവനും സ്വർണവും കവർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സൂചനകളുണ്ടോ? ആരാണ് ചെയ്തത്? പരിചയക്കാർ വല്ലവരും ആണോ? കുറേ നാളായി ഈ വീട് നിരീക്ഷിച്ച അങ്ങനെ ആരെങ്കിലും? എന്തെങ്കിലും സൂചനകൾ, CCTV ദൃശ്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും? അഷിൻ ഡിയാഗോ. ഡോക്ടർ ഗുഡ് മോർണിംഗ്. നിലവിൽ CCTV ഒന്നും ഈ വീട്ടിലില്ല എന്നുള്ളതാണ്. സംഭവം ഇന്ന് പുലർച്ചയോടുകൂടിയായിരിക്കണം ഈ വെണ്ണൂരിലെ ഈ കാണുന്ന വീട്ടിൽ മോഷണം നടന്നത് എന്നുള്ളതാണ് നിഗമനം. കാരണം ഈ വീട്ടുടമസ്ഥനായ ഗിൽബർട്ട് പഴയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 2 നിലകളിലാണുള്ളത്. അതിൽ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലുമായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഏതാണ്ട് 90 പവനോളം സ്വർണം വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഗിൽബർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകന്റെ സ്വർണമാണ്. ഇതിൽ 20 പവനാണ് നിലവിൽ ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല 1 ലക്ഷം രൂപയും ഉണ്ടായിരുന്ന അലമാരയിൽ ഉണ്ടായിരുന്ന 1 ലക്ഷം രൂപയും ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി മുകളിലത്തെ നിലയിലാണ്. മുകളിലത്തെ നിലയിൽ മകന്റെ അലമാരയിലും ഇത്തരത്തിൽ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മകൻ അഞ്ചലിൽ നിന്നും എത്തുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സ്വർണം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാവുകയുള്ളൂ. പോലീസ് ഇവിടെ എത്തി പരിശോധനയൊക്കെ നടത്തി പോയിട്ടുണ്ട്. ഗിൽബർട്ടിന്റെ സഹോദരി പുത്രൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഗിൽബർട്ട് കുടുംബസമേതം രാത്രി സഹോദരി വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ഇതറിയാവുന്ന ഒരാളായിരിക്കണം രാത്രി ഇവിടെ വന്ന് മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഗിൽബർട്ടിന്റെ സംശയം. ചേട്ടാ, എല്ലാ ദിവസവും നിങ്ങൾ പോകുന്നതൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കില്ലേ? അവരുടെ ഒത്താശയോട് ചെയ്യാൻ. കാരണം ഞങ്ങൾ ഇന്ന് രാത്രി 10 മണിക്ക് പോകും, രാവിലെ 5 മണിക്ക് വരും. ഇത് ഏതാണ്ട് മോൻ മരിച്ചിട്ട് ഏതാണ്ട് 90 ദിവസം കഴിഞ്ഞു, 92 ദിവസമായി. അന്ന് പോലും ഞങ്ങൾ പോകും. 3 മാസമായിട്ട് നിങ്ങൾ പോയി വരുന്നുണ്ടെന്ന് അറിയാവുന്ന ഒരാളായിരിക്കണം. അല്ലെ പിന്നെ ഇങ്ങനെ വരത്തില്ലല്ലോ. നിലവിലിപ്പോ 20 പവൻ സ്വർണവും പണവുമാണ് പോയിട്ടുള്ളത്. ഇനി മകൻ വന്നു കഴിയും. ഇപ്പം നിലവിൽ 20-നകത്ത് 17 ചില്ലറ പദവും പോയി. 1 ലക്ഷം രൂപയുണ്ട്. രാവിലെ ചേട്ടൻ വന്നപ്പോ എന്താ കണ്ടോ? ഫ്രണ്ട് ഡോറ് കതവ് അതുപോലെ തന്നെ പൂട്ടിയിട്ടാക്കുന്നു. ഇങ്ങോട്ട് കയറിയപ്പോൾ ഈ ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് ചാരിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അപ്സെറ്റ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ വൈഫിനുണ്ട്, നീ ഇന്നലെ ഡോറ് പൂട്ടിയില്ലേന്ന് കേട്ട്. അപ്പം പൂട്ടിയിട്ടാണല്ലോ താക്കോലെടുത്താൽ ഇത് ഞങ്ങൾ പൂട്ടുന്നത്. തുറന്നു നോക്കിയാൽ അത് അടുത്ത് പൊട്ടിച്ച് കയറി എൻ്റെ റൂമിൽ കംപ്ലീറ്റ് പരിശോധന എല്ലാം വാരി പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അടുത്ത റൂമിലും കയറി എല്ലാം കംപ്ലീറ്റ് അലമാര വാരി ഇറക്കിയിട്ടുണ്ട്. തിരിച്ച് മുകളിൽ കയറും. അവിടെയാണ് എന്നെ സ്ഥിതി. അലമാര കുത്തി തുറക്കാൻ ശ്രമിച്ച് 3-4 തുറന്നു. പക്ഷേ 2-3 ഡോറ് തുറന്നിട്ടില്ല താഴത്ത്. അപ്പോൾ അതിനകത്തായിരിക്കും അവൻ്റെ ഉരുപ്പടി. സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് പോയിട്ടില്ല. അതൊക്കെ മൊത്തത്തിൽ എന്തായാലും ഇപ്പോൾ 90 പവനോളം വീട്ടിലുണ്ടായിരുന്നാൽ 20 പവൻ നഷ്ടപ്പെട്ടു. പൈസ 1 ലക്ഷം പോയി. അരുൺ, അതാണ് ഏതാണ്ട് 20 സ്വർണം വെച്ചിരുന്നത്. അതോ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നോ? 90 പവൻ ഉണ്ടായിട്ട് 20 പവൻ മാത്രം എങ്ങനെ പോയി എന്നുകൂടി ഒന്ന് ചോദിക്കുമോ? ചേട്ടാ, 90 പവനാണല്ലോ ഈ വീട്ടിലുണ്ടായിരുന്നത്. 20 പവൻ മാത്രമായിട്ട് എങ്ങനെ പോകുന്നത്? 2 സ്ഥലങ്ങളിലാണോ സൂക്ഷിച്ചത്? അതിന്റെ മോനും വൈഫിനുള്ളത്. മോന്റെ മുറിയിലും ചേട്ടന്റെ മുറിയിലായിട്ടാണോ വെച്ചിരുന്നത്? അങ്ങനെയാണ് 2 സ്ഥലങ്ങളാണ് വെച്ചിരുന്നല്ലേ? ഇതെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ഉപയോഗിക്കുന്നതാണ് ഈ 20ഓളം എന്ന് പറഞ്ഞാൽ. അവർ സ്കൂളിലെ ജോലികൾ ഉദ്യോഗിക HM ആയ ഹെഡ് മിസ്ട്രസ് ആയതാണ്. അപ്പോൾ അവർ സ്ഥിരം ഉപയോഗിക്കുന്ന ആഭരണം അത്. പിന്നെ അതിൽ തന്നെ എനിക്ക് സ്റ്റേഷൻ ഒരു എൻ്റെ FS ഫയർ സ്റ്റേഷൻ വിഴിഞ്ഞ വന്നൊരു ഒരു മോതിരമുണ്ട്. അവളുടെ ഒരു മോതിരത്തിലും എൻ്റെ പേര് ഗിൽബർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. സ്വർണ്ണം ഒന്നിച്ച് ചേട്ടൻ്റെ അലമാര തന്നെയാണ് വെച്ചിരുന്നത്? എൻ്റെയും വൈഫിൻ്റെയും. എൻ്റെ അലമാരയിലും ഒരു 61,000 രൂപ ഉണ്ടായിരുന്നു. ബാക്കി അവളെ തന്നെ. 2 മുറികളിലായാണ്. 2 മുറികളിൽ സൂക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് 90 പവൻ വരുന്നത്. എന്തായാലും മറ്റേ മുറി കയറാഞ്ഞത് കൊണ്ട് ബാക്കി സ്വർണ്ണം നഷ്ടപ്പെട്ടില്ല. 20 പവൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നിരക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 16-17 ലക്ഷത്തിനടുത്ത് വരും. അപ്പോൾ അതും പിന്നീട് 1 ലക്ഷം രൂപയുമാണ് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഗിൽബർട്ട് അവിടെ എല്ലാ ദിവസവും രാത്രി കിടക്കാനില്ല എന്നതറിയാവുന്ന ആൾക്കാർ ആരോ ആണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. സഹോദരിയുടെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ പോയി അദ്ദേഹം രാത്രിയിൽ കൂട്ടി കിടക്കാറുണ്ടായിരുന്നു. അതറിയാവുന്ന ആരോ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. CCTV ഇല്ല. ഇത്രയും സ്വർണ്ണമൊക്കെ വീട്ടിൽ വയ്ക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാരണവശാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നേരെ ലോക്കറിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ളതാണ്. സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നോളും. വീട്ടിൽ വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 20 പവനാണ് ഒറ്റയടിക്ക് പോയിരിക്കുന്നത്. 10-17 ലക്ഷം രൂപ അങ്ങ് പോയി.